നമസ്കാരം ഗായ്സ്, എങ്ങോട്ട് എല്ലാവരും? ഒരു പുതിയ ലുക്കായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ്. മുടിയൊക്കെ ഒന്ന് വെട്ടി, പിന്നെ താടി വെട്ടി ഒന്ന് മീശ ഒന്ന് വെച്ച് ഒന്നുമില്ല, വെറുതെയാണ്. ബേസിക്കലി നമ്മളുടെ മുഖം തന്നെ കണ്ടിട്ട് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ ഇത് വേറൊരു ലുക്കിലാവെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, മുടി ഭയങ്കരമായിട്ട് കൊഴിയുണ്ട്. വയസ്സായി, കഷൻ്റെ ആയി തുടങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. മൂന്ന് ദിവസമായി എനിക്ക് വ്ളോഗൊന്നും ഇടാൻ പറ്റില്ല, കാരണം കുറച്ചൊന്ന് ബിസി ആയിപ്പോയി. വിൻ്റർ കഴിയല്ലേ, അപ്പോൾ നമ്മുടെ വിൻ്റർ ക്ലോത്ത്സും പിന്നെ വീടിൻ്റെ കുറച്ച് ക്ലീനിങ്ങും ഇതൊക്കെ ആയിട്ട് നമ്മുടെ വൈഫ് നമ്മുടെ പിന്നാലെയായി. അപ്പോൾ അതും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ യാവിൻ്റെ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ബേസിക്കലി ഒരാൾ, നമ്മുടെ സബ്സ്ക്രൈബർ, നമ്മുടെ മോൻക്ക് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് ചെയ്തു. എന്നുവെച്ചാൽ അവൻ്റെ ഫുട്ബോൾ ട്രെയിനിങ്ങും ഫുട്ബോൾ അക്കാഡമിയിലുള്ള ഇതിലൊക്കെ വേണ്ടിയിട്ട്. കാരണം എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്ത ആൾ കഴിഞ്ഞ എൻ്റെ വ്ളോഗിൽ കണ്ടു. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞോട്ടെ ആരാ എനിക്ക് ഇതൊന്ന് ചെയ്തതെന്ന്, സ്പോൺസർഷിപ്പ്. അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ പേരൊന്നും പറയണ്ട. അപ്പോൾ ഈ സോ ഹംബിൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ബസ് പറയണ്, താങ്ക് യു സോ മച്ച് ടു മൈ സബ്സ്ക്രൈബർ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ സിരി ഫോർട്ട്. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഇത് ബേസിക്കലി ആണ് സ്പോർട്സ് കോംപ്ലക്സ് ഏരിയയിൽ, സിരി ഫോർട്ട് സ്പോർട്സ് കോംപ്ലക്സ് ഏരിയ. പക്ഷേ ഇത് പൂട്ടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ആകെ ഒരു ഇതായെന്ന് തോന്നുന്നു. ഇവിടെ ഇത്രയും ദൂരം വന്നിട്ട് ഞാൻ പെട്ടുപോയ മാതിരി ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ട ഗേറ്റ് കണ്ട്, പക്ഷെ അത് പൂട്ടിരിക്കാൻ തോന്നുന്നു. ഇതാണ് മുഹമ്മദ് വാലി മസ്ജിദ്, 1451 to 1526. അൺഫോർച്ചുനേറ്റ്ലി നമുക്കുള്ളിൽ പോകാൻ പറ്റില്ല, അത് പൂട്ടിരിക്കുക. ബട്ട് ബേസിക്കലി ദിസ് മോസ്ക് സ്റ്റാൻഡ്സ് ഇൻ an enclosure which contains a number of unknown graves. This building is similar to the mosque of Isa Khan and is assignable to the Lodi period, 1451 to 1526. The east facade contains traces of blue tile decoration on the inside. ഈ ഭാഗത്ത് അധികം ആൾക്കാരൊന്നും കാണില്ല, എന്താണെന്ന് അറിഞ്ഞു ഇവിടെ. പക്ഷേ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ വീഡിയോസും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഫോട്ടോസും ഉണ്ട്. പക്ഷേ ഇവിടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയില്ല. ഇപ്പം എൻട്രി തന്നെ ഭയങ്കര ഒരു അൺനോൺ എൻട്രി ആയിരുന്നു. ഇനി ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് അറിഞ്ഞൂടാ. അവിടെ ഫോറസ്റ്റ് ടൈപ്പ് ഏരിയയാണ്. ഇവിടെ ആൾക്കാരെ കാണില്ല, ജനങ്ങളേ ഇല്ല, ഒറ്റ ജനങ്ങളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് കണ്ട, ഇതൊക്കെ റൂയിൻസാണ്, പണ്ടത്തെ ഇത് അടിച്ച് പൊളിച്ച് തകർത്ത റൂയിൻസാണ് ഇത്. ഈ സിരി ഫോർട്ടിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഈ ഫോർട്ട് ഉണ്ടാക്കിയത് തലകളില്ലേ, സിരി എന്ന് പറഞ്ഞാൽ സർ നമ്മുടെ ഇംഗ്ലീഷ് സർ അല്ല കേട്ടോ, ഹിന്ദി സർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തല. അപ്പോൾ തലകളുടെ മുകളിൽ ഉണ്ടാക്കിയ ഒരു ഫോർട്ടാണിത്. എന്തായാലും ഇവിടെ വരെ വന്നാൽ നമുക്കൊന്ന് അവിടെ മരുന്ന് പോയി നോക്കാം. ചെറിയൊരു പേടിയുണ്ട്, കാരണം ജനങ്ങളില്ലാത്തതുകൊണ്ട് ഒരു ചെറിയ പേടി. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പ്ലോറേഷന് വന്നതല്ലേ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ വഴി കണ്ടില്ലേ, ഇതിവിടുന്ന് ആൾക്കാർ ജനങ്ങൾ നടന്നു പോയ വഴി കാണുന്നുണ്ട്. നമുക്കൊന്ന് അവിടെ പോയി നോക്കാം. അപ്പോൾ ബൈക്ക് ഞാൻ എൻ്റെ പാർക്കിംഗ് ചെയ്ത് പുറത്താണ്. ഇവിടെ അധികം കാണാനൊന്നുമില്ല, ഇതൊക്കെ അടിച്ചു പൊളിച്ച് ഇവിടെ ഇട്ടിരിക്കുകയാണ്. പഴയ ഭയങ്കര വല്ല യുദ്ധം നടന്നിട്ട് പൊളിച്ചിട്ട് പോയ മാതിരി ഉണ്ട്. അയ്യോ, ഒരു ഫുള്ള് കാട് ഏരിയ കേട്ടോ ഇത്. കണ്ട, പേടിയാണ്. അവിടെ മുമ്പിൽ പോയാൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ മേ ബി ഞാൻ തെറ്റായ സ്ഥലത്തായിരിക്കും വന്നത്. ഇതെല്ലായിരിക്കും എൻട്രൻസ്. ഇതൊക്കെ റൂയിൻസാണ് എല്ലാതും. ചിലപ്പോൾ അപ്പുറത്ത് അങ്ങനെ വേറെ വരുന്നുണ്ട്, പക്ഷേ കാണാനില്ല, എവിടെയെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ആൾക്കാരോട് സിരി ഫോർട്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എല്ലാതും സിരി ഫോർട്ടാണ്. അപ്പോൾ സിരി ഫോർട്ടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്, ഓഡിറ്റോറിയം ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളും. അപ്പോൾ ഞാൻ 2-3 സ്ഥലത്ത് പോയപ്പോൾ അവർ പറഞ്ഞത് ആ സിരി ഫോർട്ടിന് പോകുന്നു, ഇത് സിരി ഫോർട്ടാണ് അത്ര. ഇവിടെ ഫോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിപ്പോൾ നമ്മൾ ഇതൊക്കെ റൂയിൻസ് കണ്ടത് ഫോർട്ടാണ്. എനിക്കൊന്ന് ഈ ഫുള്ള് ഏരിയ ആ സമയത്ത് സിരി ഫോർട്ടിൻ്റെ ഉള്ളിലായിരുന്നു, പക്ഷെ ഒന്നും കാണാനില്ല, ഫുസ്സായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളെ സബ്സ്ക്രൈബർ സ്പോൺസർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ മോനിപ്പോൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്തു, രജിസ്ട്രേഷനൊക്കെ ചെയ്തു. പക്ഷേ എനിക്കൊന്ന് അടുത്ത ആഴ്ച പോലെ അവർ തുടങ്ങുള്ളൂ അവൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്. അപ്പോൾ അവർക്ക് ഫുട്ബോളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കാണിക്കാട്ടെ ഞാൻ. അവർ പക്ഷേ ഉള്ളിൽ വരാൻ സമ്മതിക്കുന്നില്ല, കാരണം കുട്ടികളെ പുറത്ത് തന്നെ വിട്ടിട്ട് നമ്മൾ പോകണം. പക്ഷെ എന്നാലും ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ മാനേജ് ടു ടേക്ക് സം ഓഫ് ഹിസ് ഷോട്ട്സ്. അപ്പോൾ ഗൈസ്, ബേസിക്കലി ഇത് കണ്ടില്ലേ, ഇതൊക്കെ അടിച്ച് പൊളിച്ച് തകർത്ത് കളഞ്ഞ്
ഇത് ഒരു വാളാണ് ആക്ച്വലി, ഫോർട്ടിൻ്റെ വാളാണ്. അപ്പോൾ ഈ വാളിൻ്റെ അടിയിലൊക്കെ ഇവിടെ അടിയിലൊക്കെ ഇല്ലല്ലോ, ഇത് ഉണ്ടാക്കിയത് 8,000 മംഗോൾ സോൾജേഴ്സിൻ്റെ തല വെട്ടിയിട്ട് അവർ ഇതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ വാള് ഫുള്ള് ഉണ്ടാക്കിയത് അവർ. ഇവിടെ കാണാൻ അധികമൊന്നുമില്ല. ഈ ഒരു സ്റ്റോറി ഭയങ്കര വലിയൊരു സ്റ്റോറി ആയിരുന്നു. അപ്പം ഞാൻ ഹെൽമെറ്റ് ഇട്ടിപ്പോൾ പോകാനുള്ള പരിപാടിയാണ്. കാരണം ബേസിക്കലി ആ സമയത്ത് മംഗോളിയൻസ് ഇഷ്ടം പോലെ നമ്മുടെ ഡൽഹിനെ ഇൻവേഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയാണ് ഇത് ഉണ്ടാക്കിയത്. ഈ ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 8 കിലോമീറ്റർ 8 കിലോമീറ്റർ റേഞ്ചിലാണ് ഈ ഫോർട്ട് ഉണ്ടാക്കിയത് ഇവർ ആ സമയത്ത്. അലാവുദ്ദീൻ ഖിൽജി 1400-ൽ 1451 കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഈ ഫോർട്ട് ഉണ്ടാക്കുന്ന സമയത്തും മംഗോളിയന്മാർ അറ്റാക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ അങ്ങനെ ആ ദേഷ്യത്തിൽ വന്നിട്ടാണ് ആൾ എത്ര മംഗോളിയന്മാരെ അടിച്ച് വീഴ്ത്തിയോ അവരുടെ തല വെട്ടിയിട്ട് ഈ ഫോർട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വാളുമ്മേ 4 വശത്തും അതിൻ്റെ മുകളിലാണ് ഫോർട്ടിൻ്റെ വാൾ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട് സ്റ്റോറി? ഇതേ നമ്മുടെ ബ്ലാക്ക് ബ്യൂട്ടി. ഞാൻ ഇവൻക്കുണ്ടല്ലോ ഒരു കവർ മേടിച്ച് ഞാൻ. ബേസിക്കലി ഇവിടെ ഡൽഹിയിൽ ഭയങ്കര പൊടിയാണ്. അപ്പോൾ ഇനി ഇവിടെ അധികം കാണാനില്ല, പക്ഷെ ഭയങ്കര കാട് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഇത് വെച്ചാൽ നല്ല രസമുണ്ട്. ഇത് കണ്ടില്ല, പിന്നെ കണ്ടില്ലേ, നല്ല കാട് ആയിട്ടുള്ള ഏരിയയാണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഓഡിറ്റോറിയം, ഈ 8 കിലോമീറ്റർ ഏരിയയിൽ ഓഡിറ്റോറിയം, പിന്നെ ഈ വാൾ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി കണക്ട് ചെയ്യുന്നത് ഫുള്ള് മാൾവ്യ നഗറും നമ്മുടെ ഹൗസ് ഖാസും പിന്നെ ഈ സിരി ഫോർട്ട് ഏരിയ, ഈ ഏരിയ ഫുള്ള് കണക്ട് ചെയ്തിട്ടുണ്ടാക്കിയാണ് ഈ സിരി ഫോർട്ട്. അപ്പോൾ എത്ര വലിയ ഏരിയ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ഗായ്സ്, ഈ ബൈക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ ചോർ മിനാറിലേക്ക്. ചോർ മിനാറിൻ്റെ ഭയങ്കര ഒരു സ്റ്റോറി ആട്ടോ. ചോർ മിനാർ എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കിയത് ഈ മംഗോളിയന്മാർ വന്നില്ല ഇവിടെ, പിന്നെ കുറേ കള്ളന്മാരൊക്കെ അവർ വന്നപ്പോൾ മംഗോളിയന്മാരെ കൊന്നിട്ട് വെച്ചാൽ തല വെട്ടേണ്ട ഒരു സ്ഥലമായിരുന്നു അത് ചോർ മിനാർ. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് പോവാം, എന്നിട്ട് അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം സംഭവം എന്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോർ മിനാർ. സംഭവം ഇതിനേലും വലുതാവണം, പക്ഷെ അതും അടിച്ചു പൊളിച്ചിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ആൾക്കാർ പാർക്കിൽ വന്നിട്ട് ലഞ്ച് കഴിക്കാനൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് കഥയിലേക്ക് കിടക്കാം. ഇത് ഉണ്ടാക്കിയത് 1290-ലാണ്. അത് കഴിഞ്ഞിട്ട് ഖിൽജി ഡൈനാസ്റ്റി പൊളിഞ്ഞപ്പോഴാണ് ഇതെല്ലാതും അടിച്ചു പൊളിച്ചത്. ഇതിൻ്റെ ഹൈറ്റ് ഇതിനേലും കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം 250 ഹോൾസ് ഉണ്ട് ഇതിൽ. അവിടെ ആ ചെറിയ ഒരു 2 വലിയ ഹോൾ കണ്ടില്ലേ, അതിൻ്റെ സൈഡിൽ കണ്ടില്ലേ, അതുമാതിരി 250 ഹോൾസ് ഉണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ ഈ 250 ഹോൾസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ അവർ ഈ തലയുണ്ടല്ലോ, തല വെട്ടിക്കഴിഞ്ഞിട്ട് സ്വേർഡുമ്മേ അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ സ്പിയർ ഉണ്ടല്ലോ അതുമ്മേ കുത്തിയിട്ട് ഈ ഹോളിൽ കൂടെ തലകൾ പുറത്തേക്ക് വെക്കും. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ ആ ഹോൾസിൽ കൂടെ നിങ്ങൾ കാണില്ല, ആ ഹോൾസിൽ കൂടെ തലകൾ, വെട്ടിയ തലകൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ബേസിക്കലി കള്ളന്മാരും പിന്നെ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട്, കള്ളന്മാരും മർഡറേഴ്സും പല ആൾക്കാരൊക്കെ ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശിക്ഷ കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അവരുടെ തല വെട്ടിക്കളയും, എന്നിട്ട് ഇതിലിങ്ങനെ തൂക്കിയിടും ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് വെച്ചാൽ മംഗോൾ ഡൈനസ്റ്റി വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് കുറേ സെറ്റിൽമെൻറ്റ് ഡൽഹിയിൽ ചെയ്തിരുന്നു. അപ്പോൾ മംഗോൾ ഡൈനസ്റ്റി വന്നപ്പോൾ അവരുടെ ആൾക്കാർ ഇഞ്ഞു വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരെ അറ്റാക്ക് ചെയ്തിട്ട് അവരെ എല്ലാവരെയും കൊന്നു. ഞാൻ പറഞ്ഞില്ല 8,000 സോൾജേഴ്സ്, മംഗോളുടെ സോൾജേഴ്സിനെ കൊന്നത് അലാവുദ്ദീൻ ഖിൽജി ഇവിടെയാണ് വെട്ടിക്കൊന്നത്. എല്ലാവരുടെയും തല വെട്ടിയത് ഇവിടെയാണ്. നല്ല പേരും നല്ല വിലയുള്ള നല്ല ഇതിലുണ്ടായിരുന്ന പൊസിഷനിലുണ്ടായിരുന്ന ആൾക്കാരുടെ തലയാണ് കൂടുതലും ആദ്യം അവർ പ്രിഫറൻസ് കൊടുത്തിരുന്നത് ഇങ്ങനെ മുകളിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 250 ഹോളിനേലും കൂടുതൽ ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ, തലകളുണ്ടെന്ന് വെച്ചാൽ, വെട്ടിയ തലകളുണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ ഇവിടെ ഇങ്ങനെ അടിയിൽ ഇതിൻ്റെ ഉള്ളിൽ ഇടയിൽ നിരത്തിയിടും. മനസ്സിലായോ? അപ്പോൾ വിലയിൽ ആൾക്കാരുടെ തലയ്ക്ക് ഇതാണ് സ്ഥലം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 8,000 സോൾജേഴ്സ്, മംഗോളിയൻ സോൾജേഴ്സിനെ
കൊന്നത്. പിന്നെ കൊന്ന് കഴിഞ്ഞിട്ടല്ല, ഇവിടെ തന്നെ ഇപ്പം ജീവനുള്ളവരെ തന്നെ തല വെട്ടിയത് ദേ ഇവിടെയാണ്, ഈ മിനാറിൽ. ആ സമയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ മൂമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എന്തായിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇപ്പോൾ ഇവിടെ ഇതിനൊന്നും യാതൊരു വിലയില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. എന്നുവെച്ചാൽ 700-800 കൊല്ലം മുമ്പുള്ള സമയം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഭാഗത്ത് നമ്മളിവിടെ ഇപ്പം നിൽക്കുന്ന ഭാഗത്ത് എന്തൊക്കെ ബഹളമായിരിക്കും ഇവിടെ നടന്നുകൊണ്ടിരുന്നിരുന്ന ആ സമയത്ത്. ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള സ്ഥലം ഇവിടെ നിന്നാണ്, പക്ഷെ അത് കൂട്ടിയിട്ടിരിക്കുക അവർ. വേണ്ട, ഓഹ് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. കണ്ട പൂട്ടിയിട്ടിരിക്കുക. ഇവിടെ ഇത് ഉണ്ട്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ. ദിസ് മിനാർ ബിൽറ്റ് ഓഫ് റബിൾ മേസണറി സ്റ്റാൻഡ്സ് ഇൻ ദി സെൻറ്റർ ഓഫ് എ പ്ലാറ്റ്ഫോം. ഈച്ച് ഓഫ് ദി 4 sides of the platform has 3 arched recesses, the central one of the east being a doorway which gives access to a spiral stair leading to the top. The minar itself is circular in plan and tapers towards the farther end. The chief feature of interest is the circular holes on the external face of the minar. Traditionally, it is known as Chor Minar because it was possibly built to strike terror to the thieves Chor by placing their severed heads in these holes for public exposure. It was probably built during the Khilji period, AD 1290 to 1321. ബേസിക്കലി ഈ സ്ഥലം ഉണ്ടല്ലോ ഭയങ്കര ഹൈ പ്രൊഫൈൽ ഏരിയ ഉണ്ട്. ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ താമസിക്കുന്നു. എല്ലാതും എന്താണ് പറയുക, ഹവേലിയും കോട്ടയും അതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഞാനിപ്പോഴും ആ സമയത്ത് നടന്ന കഥകളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. ആ സമയം എന്തായിരിക്കും ഇവിടെ, ആ ജനങ്ങൾ എല്ലാവരും മരിച്ചില്ലേ, പക്ഷെ എന്തായിരിക്കില്ല ആ സമയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ എനിവേസ് ഗൈസ്, ഇന്ന് അധികം നമ്മൾക്കൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. ഞാൻ സിരി ഫോർട്ടിൽ പോയി, അവിടെ ആകനെ അതുള്ളൂ, ബാക്കി എല്ലാതും റൂയിൻസിലാണ് കിടക്കുന്നത്. അപ്പോൾ അധികം അവിടെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ സംഭവം ചോർ മിനാർ ആക്ച്വലി സിരി ഫോർട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല 8 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ ചെറിയ ഓരോരോ ടോംസും ഇതെല്ലാതും ഇതിൻ്റെ ഉള്ളിലാണ്, ഈ 8 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. നമ്മൾ ഹൗസ് കാസ് ഫോട്ടോ ഒക്കെ കണ്ടില്ലേ, ആക്ച്വലി ഹൗസ് കാസ് ഫോട്ടോ എല്ലാതും സിരി ഫോർട്ടിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ബേസിക്കലി സിരി ഫോർട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതായിരുന്നു അതിൻ്റെ ടോട്ടൽ ഏരിയ കവർ ചെയ്തിരുന്നത്. വാൾ വെച്ചിട്ട് സിരി ഫോർട്ട് ബേസിക്കലി കവർ ചെയ്തിരുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള കോംപ്ലക്സസ് ആണ് ഇത്. ഇന്ന് ഓഫ് കോഴ്സ് ഇത് ഡെവലപ്പായി ആൾക്കാർ താമസിച്ചു തുടങ്ങി, പല സംഭവങ്ങളും ഇറ്റ്സ് ഓൾ ഇൻ റൂയിൻസ്. സോ വി കാൺട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് ദിസ് വ്ളോഗ്. നമ്മൾക്ക് ഇനിയും പലതും കവർ ചെയ്യാണ്ട്. പിന്നെ അലക്സ്, എൻ്റെ മെയിൻ പണ്ടത്തെ പഴയ ഒരു സബ്സ്ക്രൈബറാണ് അലക്സ്. ആൾ എന്നോട് ചോദിച്ചിരുന്നു മിർസ ഗാലിബിൻ്റെ ബല്ലിമാറാനൊന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം നാളെ കവർ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ബല്ലിമാറാൻ്റെ ഞാൻ നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുന്ന് 39 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്, 39 to 40 മിനിറ്റ്സ്. ഇത് നോർമൽ ട്രാഫിക് കേട്ടോ. ഹെവി ട്രാഫിക്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 hour. സോ ലെറ്റ് മീ പ്ലാൻ അക്കോർഡിംഗ്ലി ആൻഡ് ഐ എം ഗോയിങ് ടു കവർ ദാറ്റ് ആസ് വെൽ. അത് ചാന്ദിനി ചോക്കിലുണ്ട്. ചാന്ദിനി ചോക്ക് ഇസ് എ വെരി ബിസി ഏരിയ. സോ ഐ വിൽ ഡു ദാറ്റ് ഓൾസോ ഫോർ യു അലക്സ്. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഇഫ് യു ഗൈസ് ആർ ന്യൂ, പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്, ലൈക്കിംഗ് ആൻഡ് കമൻറ്റിംഗ് ഓൺ ദിസ് വീഡിയോ. പിന്നെ ചെറിയൊരു സൂപ്പർ താങ്ക്സ് ഇഫ് യു തിങ്ക് ദാറ്റ് ദിസ് ഈസ് യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്, ഇൻഫോർമേറ്റീവ് എന്ന് വെച്ചാൽ പ്ലീസ് കൺസിഡർ ഗിവിംഗ് മീ എ സ്മോൾ സൂപ്പർ താങ്ക്സ് ഓൾസോ. അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.